ചിങ്ങ ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിനും ചിങ്ങപ്പുലരി ആശംസകൾ നേരുന്നു. ഇന്നലെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മമ്പയർ ഉപ്പേരി. അപ്പോൾ അതിന് പിന്നെ വൻപയർ ഉപ്പേരി. അപ്പോൾ ഇത് തേങ്ങയൊന്നും ഇടുന്നില്ല, അത് ഞാൻ ചെയ്യുമ്പം പറഞ്ഞുതരാം. ഇത് ഒരു ഗ്ലാസ് മമ്പയറാണ്, കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച വൻപയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ലേശം ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് എന്തായാലും വെന്ത് കിട്ടും. മുളക് പൊടി വേണം, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഞങ്ങൾ ചേർക്കുന്നുണ്ട്, അപ്പം മുളക് പൊടി കുറച്ച് കുറക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വേവണം ഇത്. നല്ലോണം വേണം, എന്തോ ഉടയണ്ട ഉപ്പേരിയല്ലേ. അപ്പം അതിങ്ങനെ മൂടൽ തന്നെ ഉണ്ടാവണം. നല്ലോണം ആവശ്യത്തിന് പോകുമ്പോൾ വെന്ത് ഉടയാൻ പാടില്ല, കറിക്ക് ഉടയ പോലെ ഉടയാൻ പാടില്ല. മമ്പയറായിട്ട് തന്നെ മൂടൽ തന്നെ കാണണം നമ്മൾ. തേങ്ങയും തൊടേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറിയ ഉള്ളി. അപ്പോൾ രാവിലെ എല്ലാം ആക്കുന്നവർക്കെല്ലാം ഉണ്ടാക്കാമല്ലേ? രാവിലെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുക്കറല്ലേ വേവിക്കുന്നത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും. പിന്നെ ചിലവർ കുതിർത്ത് വെച്ചിട്ടും വേവിക്കും. കുതിർത്ത് വെച്ചിട്ട് വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുതിർക്കുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. ഒരു വെള്ളം കുടിച്ചിട്ട് അന്ന് അതുണ്ടാവുക. വെള്ളത്തിലിട്ട് കുതിർക്കാണ്ട് വെക്കുന്നതാണ് ഉപ്പേരിക്കുന്ന ടേസ്റ്റ്. ഏത് ചെറുപയറായാലും വൻപയറായാലും. ചെറുപയർ നമ്മൾ കുതിർക്കയില്ലല്ലോ. നമ്മൾ കുതിർക്കില്ല. ചിലവർ കുതിർത്ത് വെക്കലുണ്ട്, പക്ഷെ കുതിർത്ത് വെക്കുന്നതിനേക്കാളും ഇതാ ടേസ്റ്റ്. ഞാനൊന്നും കുതിർത്ത് വെക്കില്ല. കടല മാത്രമേ കുതിർത്ത് വെക്കുള്ളൂ. ചെറുപയർ, വൻപയർ, പിന്നെ ഗ്രീൻ പീസ് കറി അതായത് കുതിർത്ത് വെച്ചാൽ അങ്ങനെ ചെയ്യും. നമ്മൾ ഉപ്പേരിക്കുള്ള വൻപയർ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേവട്ടെ. ആ സമയം നമ്മൾ വറവിലിടാൻ്റെ വെളുത്തുള്ളി, ഉള്ളി നമുക്ക് തോലെല്ലാം കളഞ്ഞ് ചെറുതായി ഇങ്ങനെ അരിഞ്ഞിടാം. വേറെ ഒന്നും വേണ്ടില്ല. ഈ ചെറിയ ഉള്ളി, കുരുമുളക് പൊടി വേണം, കടു, ചുവന്ന മുളക് അത് വറുത്തിടാം. ഇത് വറുത്തിടാൻ തന്നെ. വറവിലിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചുവന്ന മുളക്, കറുവേപ്പില എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം, വെന്തോന്നത് അങ്ങനെ ഉണ്ടെന്ന് തുറന്ന് നോക്കാം. അപ്പം വെള്ളമെല്ലാം പറ്റി പാകമായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അത് കണക്കിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറവിലിടാറുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കടുക് ഇട്ടെടുക്കാം. വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ചൊന്ന് വാടുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടി. ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
നമ്മൾ ചെറിയ ഉള്ളിയും ഇതെല്ലാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. വേവിച്ചത് വറവിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കും. നമ്മൾ ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ. നമ്മൾ ഉപ്പേരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മമ്പയർ വീട്ടിലുണ്ടാകുമ്പം ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ.